ഒരു ഡിസൈൻ വരച്ചുകൊണ്ട് വളഞ്ഞ് പൊളഞ്ഞ് വന്ന് ഫൈനലി ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. നമീബ് ഡെസേർട്ടിൻ്റെ നടുവിലുള്ള ഹാമസ്റ്റീൻ ലോഡ്ജിലായിരുന്നു സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ യാത്ര ഒരു ജിയോഗ്രഫിക്കൽ ഫോർമേഷൻ ഉണ്ട്, സൊസുസ് ലെവി എന്ന് പറയും. അവിടേക്കാണ് പോകാൻ വേണ്ടി ഇപ്പം ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഒരു ക്ലോസ് ടു 90 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടുന്ന്. അതിനു മുൻപ് വണ്ടിയുടെ അവസ്ഥ എങ്ങനെയാണ്, മൊത്തം പൊടിയൊക്കെ കയറി ചെയിനൊക്കെ ഒരു മെയിൻ്റനൻസിൻ്റെ ഒരു സിറ്റുവേഷനിലെത്തിക്കാണ്. അപ്പം പൊടിയൊക്കെ കളഞ്ഞ് വാക്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് വണ്ടി റിലയബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ജസ്റ്റ് 15 ചെക്സ്. ഓക്കെ, ഓൾ സെറ്റ്. പുറപ്പെടാൻ സമയമായി. ലെറ്റ്സ് ഗോ. കം ഓൺ. I know you can do it. Yes. Yes, Himi. Bye-bye, Hammerstein. ചെറുതായിട്ട് ചൂട് വന്നു തുടങ്ങി. അപ്പോൾ മണൽപ്പാതയിലൂടെയുള്ള യാത്ര വീണ്ടും തുടരുകയാണ്. ഇന്നലെ വന്ന വഴിയാണ്. ഈ വഴിയിലൊരു 50-60 കിലോമീറ്റർ തിരിച്ചു പോകണം. എന്നാൽ മാത്രമേ ഈ ജിയോഗ്രഫിക്കൽ ഫോർമേഷനായ സൊസുസ് ലേവിയിലെത്താൻ പറ്റുള്ളൂ. ഈ മരുഭൂമിയുടെ നടുവിലാണ് ആ ലോഡ്ജ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഹാമർസ്റ്റീൻ ലോഡ്ജ്. ഇതിലൊരുപാട് റൈനോസ് ഉണ്ട് ഈ കാട്ടിൽ. അടുത്തെങ്ങും ഒന്നുമില്ല. അവിടെ താമസിക്കുന്ന എംപ്ലോയീസിന് അവർ ക്വാർട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഇന്നലെ ഞാൻ പരിചയപ്പെട്ട ഒരു റിസപ്ഷനിസ്റ്റ് സോക്കോപ്മണ്ട് എന്ന് പറഞ്ഞ ഒരു ടൗണിൽ നിന്നാണ്. ആ ലോറി പോയ പുകമറയുടെ ഉള്ളിൽ കൂടിയാണ് അടുത്ത വണ്ടികൾ വരുന്നത്. എല്ലാവരും പിന്നെ ലൈറ്റ് ഇട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം കണ്ടുപിടിക്കാം. പക്ഷേ ചില സ്ഥലത്ത് വിസിബിലിറ്റി ഭയങ്കരമായിട്ട് കുറയും. കണ്ടോ, ഇങ്ങനെ പുകമറയ്ക്കുള്ളിൽ നിന്ന് പ്രത്യക്ഷപ്പെടുകയാണ് വണ്ടികൾ. നമ്മളിപ്പോൾ ആവറേജ് പോകുന്ന സ്പീഡ് ഒരു 80 km/h. ഈ ഗ്രേവൽ റോഡിൽ കൂടെ ഇത്ര സ്പീഡിൽ പോയാൽ നമുക്ക് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കറക്റ്റായിട്ടുള്ള ടെക്നിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ വീഴാതെ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും. ചില സ്ട്രെച്ചിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റോഡായിരിക്കും. ഈ ഭാഗത്ത് അങ്ങനെയാണ്. അപ്പം നമുക്ക് പേടിക്കാതെ തന്നെ നേരെ നല്ല സ്പീഡിൽ പോവാം. പക്ഷേ സൈഡിലേക്ക് മാറുമ്പോൾ ശ്രദ്ധിക്കണം. ആ മണ്ണ് കൂടി കിടക്കുന്നുണ്ട്, ചരൽ കൂടി കിടക്കുന്ന ആ ഭാഗത്തേക്ക് ടയർ കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് കൺട്രോൾ ആവും. പിന്നെ ഡെത്ത് വോബിൾ എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് നടക്കും. വണ്ടിയുടെ റെയർ എൻഡ് ഭയങ്കര സ്പീഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും
സൈലൻ്റായിട്ട് സ്വേ ചെയ്യും. അങ്ങനെ ഒരു കണ്ടീഷനിൽ റിക്കവറി എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഫ്രണ്ടിലെ ടയറും ബാക്കിലെ ടയറും തമ്മിലുള്ള സ്പിന്നിങ്ങിൻ്റെ റൊട്ടേഷനുള്ള ഡിഫറൻസ് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കര കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. Cesariem, Sossusvlei. We need to go here. Oh, come on. Slow. Tarmac. A road exists. Sossusvlei scenic flights. Experience of a lifetime. Hot air balloons ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. Wow. I need fuel. Shop and tire repairs. After a long time I saw a motorcycle. That's a Africa Twin. Okay, feeling done. Time to go and check ഈ Sossusvlei ഉള്ളിലേക്ക് കയറാനുള്ള വഴി എന്താണെന്ന് കണ്ടുപിടിക്കണം. ഒരു സൗത്ത് ആഫ്രിക്കൻ ലേഡി വന്ന് സംസാരിച്ചു. ആർ യു ഫ്രം ഇന്ത്യ എന്ന് വെച്ചിട്ട്. അതെ, ബട്ട് ദ ബൈക്ക് ഇസ് ഫ്രം വിൻഡ്ഹോക്ക് ദോ ഇറ്റ് ഇസ് മെയ്ഡ് ഇൻ ഇന്ത്യ. അങ്ങനെ നല്ലൊരു ഡിസ്കഷൻ. പുള്ളിക്കാരിക്ക് അറിയണം എങ്ങനെയാണ് ഇത്ര ടഫ് ടെറൈനിൽ കൂടെ ഈ ബൈക്ക് ഞാൻ മാനേജ് ചെയ്തതെന്ന്. സോ ഷി വാസ് വണ്ടറിങ്. ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? Yes. So what is the? You can driving up to the parking. Okay. Second gate, you pay your park fees. Yeah. And then wait the people will get for the car. Then they can take you. The car means You go there. You go to the office. Yeah. Park your motorbike, and then you stop standing there waiting for those cars going there. Maybe asking my hike. Oh, I have to request for a trip. Means lift. You want the trip? The trip is. പാർക്കിലേക്ക് 2-wheeler അലോഡ് അല്ല. അപ്പോൾ നമ്മളവിടെ പാർക്കിങ്ങിൽ പോയി വണ്ടി പാർക്ക് ചെയ്ത് ഈ പാർക്കിൻ്റെ ഫീ അടച്ചതിന് ശേഷം നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആരെങ്കിലും ആ റൂട്ടിൽ പോകുന്നുണ്ടെങ്കിൽ വി ക്യാൻ റിക്വസ്റ്റ് ഫോർ എ ലിഫ്റ്റ്. ഹലോ, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു? ഐ എം ഗുഡ്, താങ്ക് യു. സോ വേർ ഇസ് ദ പാർക്കിംഗ്? ഹിയർ അണ്ടർ ദ ട്രീ? ഓക്കെ. Yeah. So how can I go? Is there any way that I can find? Shuttle maybe, or you can get a hike from here. Oh, there's a shuttle here? Yeah. What time? Shuttle there at the garage buildings, or you can get a hike here for those who are just two or maybe two. You can have a space for you. നമ്മളിത്ര നടന്നപ്പോഴേക്ക് ക്ഷീണിച്ച് നമ്മളെക്കാൾ ഇരട്ടി പ്രായമുള്ള ആൾക്കാരൊക്കെ എന്ത് കൂളായിട്ട് നടക്കുന്നത്. അമ്മച്ചി ഉണ്ടല്ലേ, 80 വയസ്സെങ്കിലും കാണണം. ദാറ്റ് ഈസ് ദ സ്പിരിറ്റ്. ഇതാണ് Sossusvlei. നേരത്തെ പറഞ്ഞ ഒരു റിവർ ബെഡ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു റിവറായിരുന്നു. അങ്ങനെ ആ റിവറിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന മരങ്ങളാണിത്. ഇത് ക്യാമൽ തോൺ ട്രീ എന്ന് പറഞ്ഞൊരു പ്രത്യേകതരം മരമാണ്. അപ്പോൾ അങ്ങനെ മരങ്ങളും ചെടികളൊക്കെ അവിടെ സസുഖം വാണിരുന്ന സമയത്താണ് ഈ അറ്റ്ലാന്റിക് ഓഷ്യനിലെ ശക്തമായ കാറ്റ് കാരണം
ഈ ഡ്യൂൺ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. ഇതിങ്ങനെ ഇഞ്ചിഞ്ചായി ഇങ്ങനെ പതുക്കെ പതുക്കെ നീങ്ങി വന്നതാണ്. അങ്ങനെ നീങ്ങി വന്ന സമയത്ത് റിവറിന് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ആ റിവർ ബ്ലോക്കായപ്പം അവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ മുഴുവൻ ഉണങ്ങിപ്പോവുകയും ചെയ്തു. ഈ മരങ്ങൾ 1000 വർഷത്തോളമായിട്ട് ഇവിടെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുകയാണ്. ഇതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഡീകമ്പോസ് ചെയ്യാൻ ആവശ്യമായ വാട്ടർ കണ്ടൻറ്റ് അല്ലെങ്കിൽ മോയ്സ്ചർ ഈ ഏരിയയിൽ എവിടെയില്ല. അപ്പം ഒരു ടൈപ്പ് ഓഫ് ഫോസിലൈസേഷൻ, മരങ്ങളങ്ങനെ കംപ്ലീറ്റ്ലി ഉണങ്ങി എന്താ പറയുക, ഇനി അതിൽ ഡീക്കേ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്ത പോലെ അങ്ങനെ മാറിപ്പോയി. അപ്പം ക്ലോസ് ടു 1000 വർഷങ്ങൾ ഈ മരങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ്. ഈ സ്ഥലത്തിൻ്റെ ആസ്തെറ്റിക്സ് ഭയങ്കരം തന്നെയാണ്. നമ്മൾ ഈ ക്യാമറയിൽ അത് കണ്ടാൽ മനസ്സിലാവില്ല. ആ കോൺട്രാസ്റ്റിംഗ് കളേഴ്സ്, ഒരു വൈറ്റ് കളറിലുള്ള റിവർ ബെഡ്, റെഡ് കളറിലുള്ള സാൻഡ് ഡ്യൂൺസ്, പിന്നെ ടോട്ടലി കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലിയർ ബ്ലൂ സ്കൈ. ഒരു അൺബിലീവബിൾ കളർ കോമ്പിനേഷനാണിത്. നമീബിയയുടെ ചിത്രം കാണുമ്പോഴൊക്കെ നമുക്ക് റെഗുലറായിട്ട് കാണാൻ പറ്റുന്നൊരു ഫേമസ് സ്പോട്ടാണത്, സുസുസ് സുലൈ. അൺബിലീവബിൾ. ഈ ഡ്യൂൺസ് മുഴുവൻ മണ്ണാണ്. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അടിക്കുന്ന കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ചിട്ട് ഇങ്ങനെ ഒരേ സ്ഥലത്ത് തന്നെ കുറേ കാലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിനെയും ഇതുപോലെ തന്നെ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഈ മണ്ണിൻ്റെ കളറ് വരാൻ കാരണം ബേസിക്കലി ഇതിൽ അയൺ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ ഈ അയൺ കാലങ്ങളോളം ഇവിടെ കിടന്ന് അതിൻ്റെ ഉള്ളിലെ അയൺ റെസ്റ്റ് ചെയ്തിട്ടാണ് ഈ റെഡ് കളറിലേക്ക് മാറിയതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ റെഡ് കളർ ഈസ് ബിക്കോസ് ഓഫ് ദ റെസ്റ്റിംഗ് ഓഫ് അയൺ. വണ്ടർഫുൾ. ക്യാമൽ തോൺ ട്രീസ് ഡെഡ് ബിഫോർ 1000 years. ഇതിന് മുകളിലേക്ക് കയറുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. പക്ഷെ കയറിയാൽ നല്ലൊരു വ്യൂ കിട്ടും. ലെറ്റ്സ് സീ. The river which used to start from somewhere. This is the river bed we are driving. This is a river bed, but it has a source, right, which is supposed to come from somewhere. The water from now, Yeah. it's coming from the Sesame Canyon. Oh, from the canyon. Yeah. So So this during is the rain, does it come here? Yeah, it comes. And where does the water go now? You see, it comes all the way through the 4x4 parking. Oh, and really? It stops there where Big Mama is. Ah, okay. You can see it way. സോസസ്ലി 3 മണിയോടുകൂടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത താമസ സ്ഥലമായ ബെറ്റ ലോഡ്ജിലേക്ക് ഇനിയും ഗ്രാവൽ യാത്ര. ഒരു 200 കിലോമീറ്ററിനടുത്തുണ്ട്. ഗ്രാവൽ റോഡ് തന്നെയാണ്. അപ്പോൾ ചലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3-3.5 മണിക്കൂർ റൈഡ് ചെയ്താൽ എത്തുള്ളൂ. പിന്നെ രാത്രി ആവുന്നതിന് മുൻപ് എത്തണം. സൺസെറ്റിന് മുന്നേ എത്തുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻ്റ് ആയിട്ടുണ്ട്. ഈ റോഡിൽ കൂടെ പതുക്കെ പോയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കംപ്ലീറ്റ് ഹമ്പ് വെച്ച പോലെയാണ് ഇതിൽ കോറിഗേഷൻ ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ പോയിൻ്റെ വണ്ടി ഇങ്ങനെ ഓരോ കുഴിയിലും ചാടിച്ച് വിറച്ച് നമ്മളങ്ങ് പോവുള്ളൂ. പിന്നെ വണ്ടിക്ക് സ്പീഡ് എന്ന് പറയുന്ന സാധനം അച്ചീവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസും കവർ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഇവിടുന്ന് ഒരു ടൗൺ വിട്ട് അടുത്ത ടൗണിലേക്ക് ഒരു 200-300 കിലോമീറ്റർ ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒന്നുമില്ല. ഇതുപോലെയുള്ള വിജനമായ സ്ഥലങ്ങളാണ്. അപ്പോൾ സൺസെറ്റിന് മുന്നേ അടുത്ത സ്ഥലം പിടിക്കാനാണ് ഇവിടെ എല്ലാ ആൾക്കാരും ശ്രമിക്കുക. പൊതുവെ 4 വീലർ ആണെങ്കിൽ, 2 വീലർ പൊതുവെ ആരും പോകാറില്ല. അപ്പോൾ നൈറ്റ് ഡ്രൈവിംഗ് അത്ര സേഫ് അല്ല. സേഫ്റ്റി ഇൻ ടേംസ് ഓഫ് വൈൽഡ് ആനിമൽസ്. കാരണം വൈൽഡ് ആനിമൽസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ
നമുക്ക് ടു വീലേഴ്സിന് എസ്പെഷ്യലി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മറ്റ് 4x4 ഒക്കെ ആണെങ്കിൽ അതിൽ തന്നെ ക്യാമ്പിംഗ് ടെൻ്റ് ഉണ്ടാവും. അവർക്ക് സൈഡിൽ വേണമെങ്കിൽ നിർത്തി ഒരു റെസ്റ്റൊക്കെ എടുക്കാം. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ സ്പീഡ് കൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് കവർ ചെയ്യാന്നുള്ളതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇവിടെ. ഇവിടെ ഒരു കാസിലുണ്ട്, നമുക്കിവിടുന്ന് കാണാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് അറിയില്ല. മേ ബി ഇറ്റ് ഈസ് ന്യൂ ഹോട്ടൽ, ലെ മിനേഷ് മിറാജ് റിസോർട്ട് ആൻഡ് സ്പാ. ഓക്കെ, what a view. ഒരു വൈഡ് വ്യൂ ക്യാൻവാസ് ആണിത്. ഫാന്റാസ്റ്റിക്. പർപ്പിൾ മൗണ്ടൻസ്. നമീബിയ ശരിക്കും ഒരു ഗിഫ്റ്റഡ് ലാൻഡാണ്. നല്ല സാൻഡായിരുന്നു, നല്ല ഡെപ്തുള്ള സാൻഡ്. അവിടെ എത്തിയപ്പം വണ്ടി റെയർ എൻഡ് ഭയങ്കരമായിട്ട് ആടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ത്രോട്ടിൽ കുറച്ചു, അപ്പം സ്റ്റേബിളായി. അപ്പോൾ ഒരു പ്രശ്നം പറ്റി, വണ്ടി സ്പീഡ് കുറഞ്ഞപ്പം മണ്ണിൽ നിന്ന് പിന്നെ മുന്നോട്ട് പോവില്ല. അപ്പോൾ വീണ്ടും ഗിയർ ഡൗൺ ചെയ്തു, ടോർക്ക് കൂട്ടി, അങ്ങനെ അവിടുന്ന് കഴിച്ചിലായി. ദിസ് ഇസ് റിയലി ഓസം. ടു മച്ച് കൊറുഗേഷൻ. ഓ, ഭയങ്കര ചാട്ടമാണത്. വണ്ടി ഓടുകയല്ല, ചാടി ചാടിയാണ് പോകുന്നത്. മണലും കൊറുഗേഷനും നല്ല കോമ്പിനേഷൻ. എങ്ങനെയാണോ അവർ ഈ ഡിസൈൻ ചെയ്ത് വെച്ചത് ഈ റോഡ്? ഇങ്ങനെ ശരിക്കും ഡിസൈൻ ചെയ്തതാണോ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കോറുഗേറ്റഡ് സർഫേസ് ഉണ്ടായത്? കാനിയോൺസ് ഇങ്ങനെ ദൂരെ കാണാം. ഇതൊക്കെ സെസ്രിയം കാനിയൻസ് ആണ്. സെസ്രി വയലൻ്റായിട്ട് ഇങ്ങനെ ചാടി കുലുങ്ങി പോകുമ്പോൾ ബെയറിങ്സിന് ഭയങ്കരമായിട്ട് ഡാമേജ് ഉണ്ടാവും. ദാറ്റ് ഈസ് മൈ വറി. ആയ വഴിയിൽ ഒരു ഡിസൈൻ വരച്ചുകൊണ്ട് വളഞ്ഞ് പൊളഞ്ഞ് വന്ന് ഫൈനലി ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, പൊക്കിയെടുക്കട്ടെ.
Oh man. Oh. That was different. വീണ്ടും കൊറിഗേറ്റഡ് റോഡ് അല്ല സാൻഡ് ഉണ്ട്. പക്ഷെ സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ജുഡീഷ്യസ്ലി സ്പീഡ് കൂട്ടുക. ഓൾമോസ്റ്റ് 150 കിലോമീറ്റർ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ലോഡ്ജിൽ ചെക്ക് ഇൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇതാണ് ബെറ്റ ലോഡ്ജിലേക്കുള്ള റോഡ്. D827. ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല പൊക്കത്തിലാണ് പുല്ല് വളർന്നു നിൽക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. അത് എത്രയോ ദൂരെ. ഒരു ബ്രേക്ക് എടുത്തു. വി ബോത്ത് നീഡഡ് എ ഗുഡ് ബ്രേക്ക്. കാരണം കുറേ നേരമായി ഒരു ആവറേജ് 90+ കിലോമീറ്ററിൽ ഇങ്ങനെ ഗ്രാവൽ റോഡിലൂടെ ഭയങ്കര സ്പീഡിൽ വരികയായിരുന്നു. അപ്പോൾ എൻജിൻ ഓവർ ഹീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു കൂളിംഗ് ടൈം കൊടുത്താണ്. എൻ്റെ ചുറ്റും 360 ഡിഗ്രി നോക്കുകയാണെങ്കിലും ഭയങ്കര ദൂരത്തിൽ മലകൾ കാണാൻ പറ്റും. 360 ഡിഗ്രി. പിന്നെ പ്ലെയിൻ ഗ്രാസ് ലാൻഡ്സും. ഒരു മനുഷ്യൻ്റെ ഒരു സൈൻ പോലും എവിടെ ഇല്ല. ഈ പ്ലാനറ്റിലെ മനുഷ്യന്മാരൊക്കെ എവിടെ പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 15-20 കിലോമീറ്റർ
റേഡിയസിൽ ഒരു മനുഷ്യജീവി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദിസ് ഈസ് ദ റിയൽ റിമോട്ട്നെസ്. അപാര വിജനതയുടെ തീരത്ത് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സീനാണ്. ഓക്കെ, ടൈം ടു സ്റ്റാർട്ട് നൗ. ഗ്രേവൽ റോഡാണെങ്കിലും ഹിമാലയൻ ഗ്ലൈഡ് ചെയ്യാണ്. സോ സ്മൂത്ത്. പിന്നെ ഹിമാലയൻ്റെ എൻജിൻ 5th ഗിയറിലാകുമ്പം ചെറിയ ത്രോട്ടിൽ ചേഞ്ചസിൽ അതിൻ്റെ ടോൺ മാറും. ഒരു ഗ്രൗളിങ് സൗണ്ട് വരാനുണ്ട്. ദാറ്റ്സ് ജസ്റ്റ് മ്യൂസിക്. അതാണ് ഈ മരുഭൂമിയിൽ മനുഷ്യനില്ലാത്ത ഈ സ്ഥലത്ത് എൻ്റെ ചെവികളിൽ സംഗീതമായി മുഴങ്ങുന്നത്. വാട്ട് എ ബ്യൂട്ടിഫുൾ നോട്ട്. throttle down. Okay, all good. Okay, so that is how the rear end ഇങ്ങനെ വയലൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓ, ലുക്ക് അറ്റ് ദാറ്റ്. ദാറ്റ്സ് ഹൗ. സോ ഐ ആം വെരി യൂസ് ടു ഇറ്റ് നൗ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഉടനെ തന്നെ ഞാൻ ചെയ്യുന്നത് ത്രോട്ടിലിൻ്റെ കൺട്രോളും കുറയ്ക്കും, പിന്നെ എഴുന്നേറ്റ് വെക്കും. സ്ക്വാറ്റിംഗ് പൊസിഷനിൽ കുറച്ചുകൂടെ ഒരു വയലൻറ്റ് മൂവ്മെൻറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം ഇവിടെ ഗ്രേവലാണെങ്കിലും കുറച്ച് ഡെപ്തിലുള്ള ഗ്രേവലാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് വണ്ടിയുടെ ബിഹേവിയർ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഈ ടെറൈൻ എങ്ങനെയാണെന്ന്. ഇരുന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. ഇരുന്ന് കഴിഞ്ഞാൽ വണ്ടിയുടെ റെയർ എൻഡ് ആയിടാൻ തുടങ്ങും. പിന്നെ സൺലൈറ്റ് പുറകിൽ നിന്നാണ് അടിക്കുന്നത്. നമുക്ക് ടോട്ടലി ഒരു ഐഡിയ കിട്ടില്ല എങ്ങനെയാണ് ഈ മണ്ണിൻ്റെ ഘടന എന്ന്. അതായത് ഈ സർഫേസിൻ്റെ ആ ഒരു കിടപ്പ് നമുക്ക് മനസ്സിലാവില്ല. ലൈറ്റ് സൈഡിൽ നിന്ന് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം പിടികിട്ടും. കാരണം ആ ഒരു കൊറിഗേഷൻ്റെ ഒക്കെ ആ ഒരു ഷാഡോ കാരണം. പക്ഷെ ഇവിടെ ഷാഡോ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. പുറകിൽ ഞാൻ നിർത്തിവിട്ട പുകപടലങ്ങൾ. ഊഫ്. അങ്ങനെ സംഭവബോധമായ 200 കിലോമീറ്റർ റൈഡിന് ശേഷം ഇന്ന് രാത്രി താമസിക്കുന്ന ബെറ്റ ലോഡ്ജിലേക്ക് എത്തിയിരിക്കുകയാണ്.
Zanier Hotel Zono. Betta Lodge, left side. ഇവിടെ എന്തൊക്കെയുണ്ടല്ലോ. പഴയ കാറുകൾ ബോഡി ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവും. നല്ല രസമാണ് കാണാൻ. ബ്യൂട്ടിഫുൾ കാർസ്, മോസ്റ്റ്ലി അമേരിക്കൻ. സം ട്രാക്ടേഴ്സ്, സം ഫോർ ട്രക്സ്. So I am close to Betta Lodge. King's Nest. ഇതല്ലല്ലോ, അവിടെ തന്നെ അതിൻ്റെ ഉള്ളിൽ എവിടെയോ ആണ് ബെറ്റാ ലോഡ്ജ് എന്ന് തോന്നുന്നു. റോഡൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടൊരു ചെറിയ സംശയം. പോയി നോക്കാം. എങ്ങനെയാണ് ഇവിടെ ഇതുപോലുള്ള ഇത്രയും റിമോട്ട് സ്ഥലങ്ങളിൽ ആളുകൾ ജീവിക്കുന്നതെന്നാണ് യെസ് ദിസ് ഇസ് ബെറ്റ മനസ്സിലാവാത്തത്. അൺബിലീവബിൾ. They have a museum. There's a fuel station. Oh, nice building. എവിടെയാണ് ആ റിസപ്ഷൻ എന്ന് മനസ്സിലാവുന്നില്ലല്ലോ. Hello, how are you? Good evening, I'm good. Yes. Oh, good. Thank you so much. I was not knowing where's the receptionist. So it's here, right? Okay, I'll come over there. Here? Sorry? Yes. Can I park it here now to do the check-in? Yeah. Okay, they were waiting for me. കാരണം നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എക്സ്പെക്റ്റഡ് ടൈം നമ്മൾ മെൻഷൻ ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. കാരണം ഇവിടെ ഈ റിസപ്ഷനിലൊന്നും നമ്മുടെ നാട്ടിലെ പോലെ ഫുൾ ടൈം ആൾക്കാരുണ്ടാവില്ല. സോ വൺസ് ദേ ഫിനിഷ് ദ ജോബ് ദേ വിൽ ഗോ ബാക്ക് ടു ദ ഹോം ഓർ ക്വാർട്ടേഴ്സ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. സോ യു ഹാവ് ടു ബി വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. ദിസ് വൺ? Okay. I can see some nice blocks. Oh, it's very close. Sorry? Upstairs. The next door. I mean the other door. Oh, on the other side, right? Yeah, this side. Because we are going to close now and we're Understand. going to use this one. Sure, I can get inside from there, right? Yes. Sure, perfect. Yeah, nice place. Thank Thank you. See you again. Yeah. This is my room. അയ്യോ, ഇത് വളരെ ചെറിയ റൂമായി പോയല്ലോ. വാവ്, നല്ല സ്പേഷ്യസ് റൂം. ഒരാൾക്ക് താമസിക്കാൻ. ജസ്റ്റ് വൺ നൈറ്റ്. വാഷ്റൂം. ഓക്കെ, കൂൾ. ഓക്കെ, ഹലോ. ഓക്കെ, മീ സേഫ് ഹിയർ. ഞാനിപ്പോൾ ലഗേജൊക്കെ എടുത്ത് റൂമിലേക്ക് മാറ്റി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഡിന്നറിന് പോകണം. ഡിന്നർ 6 മണിക്ക് തുടങ്ങും, 8 മണി വരെ ഉള്ളൂ. അപ്പോൾ സീ യു ലേറ്റർ. ഇന്ന് താമസിക്കുന്ന ലോഡ്ജും വളരെ റിമോട്ടായിട്ടുള്ള ഡെസേർട്ടിൻ്റെ നടുവിൽ ഒരു വേറെ ഒന്നുമില്ലാത്തൊരു സ്ഥലത്തുള്ള ഒരു ലോഡ്ജിങ് അറേഞ്ച്മെൻറ്റാണ്. നല്ല അടിപൊളി സെറ്റപ്പൊക്കെയാണ്. ഒരു റെസ്റ്റോറൻറ്റ് കിട്ടു സെറ്റപ്പ്, അടിപൊളി റെസ്റ്റോറൻറ്റ്. ഗസ് വാട്ട്, I am the only one in the restaurant today and my table is ready.
Here is the Indian menu. Okay. മെയിൻ കോഴ്സ് ലുക്സ് അമേസിങ്. ഗെയിം മീറ്റാണ് ഇന്നത്തെ മെയിൻ കോഴ്സിൽ തന്നിരിക്കുന്നത്. പൊതുവെ സ്പ്രിംഗ് ബോക്ക് എന്ന് പറയുന്ന ഒരു മാൻ പോലെ ഒരു ജീവിയുണ്ട്. അതിനെ ഇവർ എന്താ പറയുക, ഹണ്ട് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഹണ്ട് ചെയ്യുന്ന സ്പ്രിംഗ് ബോക്കിൻ്റെ മീറ്റ് റോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഗെയിം ഫിലെ എന്ന് പറയുന്ന സംഭവം. എനിവേ ലെറ്റ് മീ ട്രൈ ദിസ്.